നമസ്കാരം. കോൺഗ്രസ്സുകാർ ഈ പാർട്ടിയൊക്കെ അടച്ചുപൂട്ടി വല്ല പാകിസ്ഥാനിലും പോയി പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി അവിടെ തിരഞ്ഞെടുപ്പിന് നിൽക്കണമെന്നാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയും AK ആൻ്റണിയുടെ മകനുമായിട്ടുള്ള അനിൽ ആൻ്റണി പറയുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻ്റോ ആൻ്റണിക്കെതിരെ രാജ്യദ്രോഹി എന്നുള്ള പരാമർശം വരെ അനിൽ നടത്തി. ഈ പ്രതികരണം എന്തുകൊണ്ട് ഉണ്ടായി? ഇതാരാണ് നടത്തിയത്? മുൻ കോൺഗ്രസ്സുകാരനാണ് അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആൻ്റോ ആൻ്റണി ആദ്യത്തെ ദിവസം തന്നെ തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി രാജ്യദ്രോഹം പറഞ്ഞ വ്യക്തിയാണ്. അത്തരത്തിൽ രാജ്യദ്രോഹിയായ ആൻ്റോ ആൻ്റണിക്ക് വേണ്ടി രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയും ഇവിടെ ക്യാമ്പയിന് വരുമെന്നോ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നോ തോന്നുന്നില്ല എന്നുകൂടി അനിൽ ആൻ്റണി പറഞ്ഞു വെക്കുന്നുണ്ട്. താൻ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഇവിടെ പ്രചരണത്തിന് ആദ്യം വന്നത് എന്നും ഇനി ഇവിടെ ആര് വന്നാലും മോദി ഒരു മിനിറ്റ് വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇവർ ഈ പാർട്ടിയൊക്കെ അടച്ചുപൂട്ടി വല്ല പാകിസ്ഥാനിലും പോയി പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി അവിടെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കണം, അങ്ങനെ നിന്ന് അവർ വിജയിക്കുകയോ പരാജയപ്പെടട്ടോ ചെയ്യട്ടെ എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ ഭാവി കാണുന്നില്ല, ഇവരുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു കോൺഗ്രസ്സുകാരുടെ എന്നാണ് അനിലിൻ്റെ വാദം. അപ്പോൾ പക്ഷേ അവിടെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന AK ആൻ്റണിയോട് കൂടിയാണോ പറയുന്നത് എന്ന് അന്ന് കഴിഞ്ഞ ദിവസം പല മാധ്യമ പ്രവർത്തകരും ചോദിച്ചപ്പോൾ AK ആൻ്റണി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്ത ആളാണ് എന്നും മാത്രമല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇപ്പോൾ സജീവമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ഉള്ളവരോടാണ് ഞാനിത് പറയുന്നത് എന്നും അങ്ങനെയുള്ളവർ അവരുടെ രാഷ്ട്രീയ ഭാവി മനസ്സിലാക്കി പാകിസ്ഥാനിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. AK ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക്, പരാമർശങ്ങൾക്ക് മറുപടി പറയുവാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്ന മറുപടി എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. കാരണം അവർ പറയുന്നത്, മിസ്റ്റർ അനിൽ ആൻ്റണി, ഒന്നുകിൽ താങ്കൾ ആദ്യം സ്വന്തം വീട്ടിൽ പോയി ഇന്നും കോൺഗ്രസ്സുകാരനായ അച്ഛനോട് ഇതൊന്ന് പറയണം, അല്ലാത്ത പക്ഷം ബഹുമാനപ്പെട്ട AK ആൻ്റണി മകന് മറുപടി നൽകണം, ഇല്ലെങ്കിൽ ഇവനെപ്പോലുള്ള സന്തതികൾ ആദ്യം പാകിസ്ഥാനിലോട്ട് അയക്കുന്നത് സ്വന്തം അച്ഛനെ തന്നെ ആയിരിക്കും. ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെയൊക്കെ അവസാന വാക്കായിരുന്ന AKയിൽ നിന്ന്, അതായത് AK ആൻ്റണിയിൽ നിന്ന് KM കാണിച്ച തൻ്റെ ഇടത്തിൻ്റെ 10-1, അതായത് K മുരളീധരൻ കാണിച്ച തൻ്റെ ഇടത്തിൻ്റെ 10-1 സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. AK ആൻ്റണിയിൽ നിന്ന് ഫർസീൻ, അതായത് കണ്ണൂരിലെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയപ്പെടുന്ന വാദം അനിൽ ആൻ്റണി മുന്നോട്ട് വെക്കുമ്പോൾ അത് AK ആൻ്റണിയുടെ മകനാണ്. AK ആൻ്റണിയെ അടക്കം പാകിസ്ഥാനിലേക്ക് അയച്ച് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇവിടെ മുച്ചൂടും മുടിച്ചു. ഇനി അങ്ങനൊരു പ്രസ്ഥാനമേ ഇവിടെ ഇല്ല എന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലായി കഴിഞ്ഞുവെന്നും അവരോടൊപ്പം സഞ്ചരിക്കുന്ന, അതായത് കോൺഗ്രസ്സുകാരോടൊപ്പം സഞ്ചരിക്കുന്ന അണികൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ഭാവിയേ ഇല്ല എന്നും അതടക്കമുള്ള കാര്യങ്ങളാണ് അനിൽ ആൻ്റണി പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ ഇനി എന്തായാലും ഒരു സാധ്യതയും കോൺഗ്രസിനില്ല എന്നിരിക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാമെന്നാണ്. അതായത് അച്ഛനെ കൂടി, സ്വന്തം അച്ഛനായ AK ആൻ്റണിയെ കൂടി പാകിസ്ഥാനിലേക്ക് അയക്കുവാനുള്ള കരാറേറ്റെടുത്തിരിക്കുന്ന തരത്തിൽ തന്നെയാണ് AK ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണിയുടെ വാദം. ആ വാദങ്ങൾക്ക് മറുപടി പറയുവാനുള്ള കരുത്തെങ്കിലും AK ആൻ്റണി എന്ന പരിണിതപ്രജ്ഞനായ കോൺഗ്രസിൻ്റെ നേതാവ് കാണിക്കേണ്ടതുണ്ട്. നട്ടല് എന്ന് പറയപ്പെടുന്നതുണ്ടെങ്കിൽ മകനാണെന്ന് നോക്കണ്ട, ഒരു BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഇത് പറഞ്ഞത് എന്ന് കരുതി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിലെ അണികൾക്ക് വേണ്ടിയിട്ടെങ്കിലും AK ആൻ്റണി എന്ന് പറയപ്പെടുന്ന മൗനിയായ ഈ മഹാൻ ഒന്ന് വാ തുറക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് ഈ അനിൽ ആൻ്റണിക്കെതിരെ പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കുക പാകിസ്ഥാനിലേക്ക് പോകാൻ.